കണ്ണൂർ ജില്ലയിലെ ഒരു രക്ഷിതാവ് വളരെ വിഷമിച്ച് വലിയൊരു കേസിൽ മകൻ അകപ്പെട്ടിട്ടാണ് വരുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയാണ്. ഇയാളിങ്ങനെ കൊണ്ടുവന്ന് ഇവന്റെ കുറെ കേസുകൾ പറഞ്ഞു. കളവ് കേസ്, അതുപോലെ ലഹരി കേസ്, ഇങ്ങനെ കുറെ കേസുകൾ. ഞാനിതെല്ലാം കേട്ടതിന് ശേഷം ഞാൻ ഈ രക്ഷിതാവിനോട് എന്താ പറഞ്ഞെന്നറിയോ? ശ്രദ്ധിക്കണം, കളവ് കേസിലാണ് പല സ്ഥലത്ത് നിന്നും പല സാധനം എടുത്തിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ തേങ്ങ എടുത്തു കൊണ്ടുപോയി വിറ്റിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് അത്ര പോലും ഇത് ചെയ്യുമ്പോ എന്റെ ഐഡിയോളജിയിലെ തിയറി എന്താ അറിയോ? കോണ്ടാക്ട് ദെൻ കോൺട്രാക്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നു, മക്കൾ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നു, അത് ചെയ്യുന്നു. എന്തേ കാരണം? നമ്മളും മക്കളും തമ്മിൽ കോണ്ടാക്ട് ഇല്ല. കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ടത് കോണ്ടാക്ട് ദെൻ കോൺട്രാക്ട്. നിങ്ങൾക്കൊരു കുട്ടിയോട് ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ അർഹത വേണമെങ്കിൽ, ചെയ്യരുതെന്ന് പറയാൻ അർഹത വേണമെങ്കിൽ ആദ്യം നിങ്ങൾ തമ്മിലൊരു ബന്ധം വേണ്ടേ? നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? ഉമ്മ അമ്മ എന്ന രീതിയിൽ, ഉപ്പ അച്ഛൻ എന്ന രീതിയിൽ നമ്മളുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് അവരോട് നീ ഇങ്ങനെ ആവണം അങ്ങനെ ആവരുത് എന്ന് പറയാൻ നമുക്ക് എവിടെയാ റൈറ്റ് ഉള്ളത്? സൈക്കോളജിക്കലി റൈറ്റ് ഇല്ല. അപ്പൊ ആദ്യം നമ്മളിൽ റൈറ്റ് സ്ഥിരപ്പെടണം. ഞാൻ അദ്ദേഹത്തോടത് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു, അദ്ദേഹം എത്രമാത്രം അത് ഫോളോ ചെയ്യും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഓരോ സിറ്റിങ്ങിനും 2000 രൂപ ഫീ ഉണ്ട്. ഈ 2000 രൂപയും ഞാൻ നിങ്ങൾക്ക് റിട്ടേൺ തരും. ഈ അച്ചീവ്മെന്റ് നിങ്ങൾ നേടിയിട്ടില്ലെങ്കിൽ ഇത്രയും രൂപ നിങ്ങൾക്ക് റിട്ടേൺ തരും. 8 സിറ്റിങ്ങിൽ, 16 സിറ്റിംഗ് ആണ്, അതിൽ 8 സിറ്റിങ്ങിൽ നിങ്ങൾ വരണം. അതിൽ വന്നിട്ട് നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ഇല്ലെങ്കിൽ ക്യാഷ് റിട്ടേൺ തരും. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാനിത് പഠിച്ചെടുത്തത് കോടികൾ ചെലവഴിച്ചിട്ടാണ്. എനിക്ക് ഇത്ര ആത്മവിശ്വാസത്തോടെ ഈ രക്ഷിതാവിനോട് ഇത് പറയാൻ പറ്റുന്നത് 8 വർഷത്തോളം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ്. 1000-ലധികം കേസുകൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത്. ഇതൊരു രക്ഷിതാവിന് വല്ല കഥയുണ്ടോ? അപ്പൊ അദ്ദേഹത്തെ അവെയർ ചെയ്യുക, അദ്ദേഹത്തെ ബോധവൽക്കരിക്കാനുള്ള ഏക വഴിയാണ് അതിന്റെ വില. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിന് ഫീസ് 1000 രൂപയെ വാങ്ങിയിട്ടുള്ളൂ. ഞാൻ മറ്റത് ബോധവൽക്കരിക്കാൻ വേണ്ടി പറഞ്ഞു. 3 ആഴ്ച കഴിഞ്ഞപ്പോ എന്റെ ഒരു പ്രഭാഷണത്തിന്റെ യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ്, ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ടിട്ട് എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ നോക്കി ഇതാരാണ്? അത് ഈ രക്ഷിതാവായിരുന്നു. അദ്ദേഹം 3ഓളം വീഡിയോകളിൽ പലപ്പോഴായിട്ട് വന്നിട്ട് സെയിം കമന്റ് കൊണ്ടുവന്നിടുന്നു. എന്തായിരുന്നു കാരണം? ഈ മകൻ നന്നായി. എവിടെയാ വിഷയം? വുഡ് ടൈപ്പിൽ നിങ്ങൾ ഇത്രയേ പറയേണ്ടിയിരുന്നുള്ളൂ, പകരം ഒരുപാട് പറഞ്ഞു. തല്ലിയിട്ടുണ്ട് മോനെ. അതുപോലെ ഒരുപാട് രീതിയിൽ ആക്ട് ചെയ്തു നോക്കിയിട്ടുണ്ട്, മാറിയിട്ടില്ല. പക്ഷേ വിത്തിൻ ഫ്യൂ ഡേയ്സ് ആള് മാറി.